മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. റമദാൻ നോമ്പ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇന്ത്യൻ മുസ്ലിങ്ങള് നിർത്ത്. ഇന്ത്യൻ മുസ്ലിമാ? അതെന്ത് മുസ്ലിമാടാ? അങ്ങനെ ഒരു മുസ്ലിം വേണ്ട. നീ കോഴിക്കോട് താമരശ്ശേരി അല്ലേ നിന്റെ നാട്? അവിടെ നിന്നല്ലേ നീ സംസാരിക്കുന്നത്? നിന്റെ പറച്ചിൽ കേട്ടാൽ തോന്നുന്നു നീ അങ്ങ് പാകിസ്ഥാൻകാരാണെന്ന്. ഈ സാമാനത്തിൻ്റെ തൊലി കളഞ്ഞവൻ തന്നെയല്ലേ നീ? സംഖ്യകൾ കുറച്ച് നക്കാപ്പിച്ച തരുമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അങ്ങോട്ട് ചാടിയവനല്ലേ? എന്നാണോ സംഖ്യകൾ നിന്നെപ്പോലുള്ള നാറുകളെക്കുറിച്ച് തിരിച്ചറിവ് സംഖ്യകൾക്ക് കിട്ടുന്നോ അന്ന് തീരും നിൻ്റെ എല്ലാം ഈ കുത്തിക്കിഴപ്പ്. അത് ജനിച്ച ഇസ്ലാം മതത്തെയും പറ്റിച്ച് ആ മതത്തെ പരദൂഷണവും പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരുത്തൻ നാളെ 10 ഉറുപ്പ്യ അധികം അപ്പുറത്തുനിന്ന് ഒരുത്തൻ തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ തന്നെ കുതികാൽ വെട്ടില്ല എന്ന് എന്താണ് ഉറപ്പ് എന്ന് സംഖ്യകൾക്ക് എന്ന് തിരിച്ചറിയുന്നോ അന്ന് തീരും നിന്നെപ്പോലുള്ള നാറുക്കളുടെ കുത്തിക്കിഴപ്പ്. ഇന്ത്യൻ മുസ്ലിം ബാക്കി പറ. അതുമായി ബന്ധപ്പെട്ടുള്ള ആരാധനകളില്, നോമ്പുതുറകളൊക്കെയായി ബന്ധപ്പെട്ടുള്ള ആഘോഷങ്ങളില് വലിയ സൗകര്യങ്ങളോടും വലിയ സമാധാനത്തോടും ചങ്ങാടേ, നോമ്പെടുക്കുന്നതും നോമ്പ് പിടിക്കുന്നതെല്ലാം മുസ്ലിങ്ങളുടെ വിഷയമാണ്. അതൊക്കെ എന്തിനാണ് നീ ഇപ്പം ഇവിടെ പറയുന്നത്? പിന്നെ മുസ്ലിങ്ങളുടെ സമാധാനം എന്ന് പറയുന്നത് അള്ളാഹു കൊടുക്കുന്നതാണ്. പിന്നെ മുസ്ലിങ്ങൾ സുഖിച്ചിട്ടാണോ അതോ ആർഭാടത്തോടു കൂടിയാണോ എന്താ പറയുക എല്ലാ സൗകര്യത്തോടു കൂടിയാണോ മുസ്ലിങ്ങൾ നോമ്പെടുക്കുന്നുണ്ടെങ്കിൽ അത് മുസ്ലിങ്ങളുടെ അധ്വാനം, അവർ ശരീരം ഇളകി പണിയെടുത്തിട്ടുള്ള അവരുടെ അധ്വാനത്തിലാണ് അവർ സന്തോഷത്തോടുകൂടി എല്ലാ ആർഭാടങ്ങളോടുകൂടി നോമ്പെടുക്കുന്നത്. അല്ലാതെ കണ്ട സംഖ്യകളെ മൂഞ്ചിച്ച് നക്കുന്നതല്ല മുസ്ലിങ്ങളുടെ ജോലി എന്ന് പറയുന്നത്. അതൊക്കെ പോട്ടെ, ഇതൊക്കെ എന്തിനാണ് നീ ഇപ്പം ഇവിടെ പറയണത്? തൻ്റെ പ്രശ്നം എന്താ? പാകിസ്ഥാനിലെ ബന്നുവിലുള്ള പാകിസ്ഥാൻ സൈനിക കേന്ദ്രത്തിലേക്ക് ഒരു ഭീകരാക്രമണം നടന്നിരിക്കുന്നു. ഭീകരാക്രമണം നടത്തിയത് 2 കാറുകളില് നിറയെ സ്ഫോടക വസ്തുക്കളുള്ള ഈ 2 കാറുകള് ഈ സൈനിക താവളത്തിലേക്ക് അങ്ങ് ഇടിച്ചു കയറ്റിയതായിരുന്നു. 6 പേരായിരുന്നു ഈ കാറുകളിൽ ഉണ്ടായിരുന്നത്. ചങ്ങാതി, പാകിസ്ഥാനിന്റെ കഥ നീ ഇപ്പൊ ഇവിടെ എഴുന്നള്ളിക്കണെന്തിനാ? നിന്റെ തന്ത പാകിസ്ഥാനിലാണോ അതോ നിന്റെ കുഞ്ഞമ്മന്റെ മോൻ പാകിസ്ഥാനിലാണോ? നീ പാകിസ്ഥാനിൽ നടന്ന സ്ഫോടനത്തിന്റെ തിരക്കഥയും സ്ക്രിപ്റ്റ് ഒന്നും ഇവിടെ പറയണ്ട. ആ ഒരു വിഷയത്തെ എടുത്തുകൊണ്ട് ഇവിടെ എന്ത് വർഗീയതയാണ് നീ കാറ് തുപ്പാൻ വന്നത്? അത് പറയണേ, അതാണ് കേൾക്കേണ്ടത്. കൊല്ലപ്പെട്ടതിൽ 4 പേര് കുട്ടികളാണ്. ഈ സന്ദർഭത്തിലാണ് നമ്മൾ വ്യക്തമായി തിരിച്ചറിയേണ്ടത്, ഈ സൈനിക കേന്ദ്രത്തില് ഈ ഭീകരാക്രമണം നടത്തുന്ന സമയത്ത് നോമ്പുതുറ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രാർത്ഥനകളോടെ ഒരു സുന്ദരമായിട്ടുള്ളൊരു നിമിഷത്തിലേക്ക് ഭീകരര് വലിയ രീതിയിലുള്ളൊരു ഭീകരാക്രമണം നടത്തി. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേര് കൊല്ലപ്പെടുന്നു. മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായിട്ടുള്ള പാകിസ്ഥാനിലെ അവസ്ഥയെക്കുറിച്ച് ഈ രാജ്യത്തെ ഓരോ മുസ്ലിങ്ങളും കൃത്യമായിട്ട് തിരിച്ചറിയണം. മനസ്സിലായടാ? നീ എവിടേക്കാ വാല് പൊക്കുന്നുള്ളത് മനസ്സിലായി. അതായത് മുസ്ലിം ഭൂരിപക്ഷമുള്ള രാജ്യത്ത് മുസ്ലിങ്ങൾ നോമ്പെടുക്കുന്നത് ഇതുപോലുള്ളൊരു സാഹചര്യത്തിലാണ് എങ്കിൽ ഇന്ത്യ എന്ന മഹാരാജ്യത്ത് മുസ്ലിങ്ങൾ വളരെ മനസമാധാനത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയുമാണ് നോമ്പെടുക്കുന്നത്. ഇതിന് കാരണം എന്ന് പറയുന്നത് മോദിജീൻ്റെ കാരണം കൊണ്ടാണ് ഇന്ത്യയിലുള്ള മുസ്ലിങ്ങളെല്ലാം സമാധാനത്തോടുകൂടിയും സന്തോഷത്തോടുകൂടിയും നോമ്പെടുക്കുന്നത് എന്നല്ല താൻ പറയാൻ വന്നത്. മനസ്സിലായി? ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സംഘികളെ ഒന്ന് വെള്ളപൂസലും മുസ്ലിം രാജ്യത്തെ മുഴുവനും തേച്ചൊട്ടിക്കലുമാണ് തൻ്റെ ഉദ്ദേശം. അത് എന്ത് ചിരിച്ച് സന്തോഷത്തോടുകൂടിയാണ് താൻ പറയുന്നത്. ഇതേ മറിച്ച് പലസ്തീൻ മക്കളിലെ ആരെങ്കിലും ഒരാളെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് സംഖ്യകളല്ല ജൂതന്മാരുടെ പള്ളിക്കകത്താണ് ഈ ബോംബിട്ട് പൊട്ടിത്തെറിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് ഇത്ര ആവേശവും സന്തോഷവും കാണില്ലല്ലോടാ ഊളെ. അതല്ലാടാ നീ പറയാൻ വന്നത്. നീ നിന്റെ വായ കൊണ്ട് പറ. ഞാൻ പറയാൻ പറഞ്ഞത് നീ പറയാൻ വന്നത് നിന്റെ വായ കൊണ്ട് പറടാ. ബോംബുകൾ വീഴുന്നു, പൊട്ടിത്തെറിക്കുന്നു. പാകിസ്ഥാനിലെ അവസ്ഥയാ ഒരു മുസ്ലിം ഭൂരിപക്ഷ രാജ്യത്തെ അവസ്ഥ. ഈ രാജ്യത്തെ സകല സാധാരണക്കാരായ മുസ്ലിങ്ങളും തിരിച്ചറിയണം. നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതത്തില് മുസ്ലിങ്ങൾ സുരക്ഷിതരാണ്. മുസ്ലിങ്ങൾക്ക് സകല സമാധാനവുമുണ്ട്. മുസ്ലിങ്ങൾക്ക് സകല സ്വാതന്ത്ര്യവുമുണ്ട്. സകല സാധാരണ മുസ്ലിങ്ങളും മനസ്സിലാക്കേണ്ടത് ലോകത്ത് മുസ്ലിങ്ങൾ സമാധാനത്തോടുകൂടി മുന്നോട്ടു പോകുന്ന ഒരു സുന്ദരമായ ജനാധിപത്യ രാജ്യമാണ് നമ്മുടെ ഭാരതമെന്ന്.
ഈ ഈ ഒരു തിരിച്ചറിവ് ഇവിടെയുള്ള സകല സാധാരണ മുസ്ലിങ്ങൾക്ക് വേണം. എന്തൊക്കെ മണ്ടത്തരോടെ തേങ്ങാത്തല നീ വിളിച്ചു പോകുന്നത്? നീ ആ കോഴിക്കോട് അങ്ങാടിയിലല്ലാതെ ഇന്ത്യ മുഴുവൻ ഒന്ന് കറങ്ങി നോക്ക്. അപ്പോൾ മനസ്സിലാവും നിനക്ക് മുസ്ലിങ്ങൾ എത്ര സമാധാനത്തോടെയാണ് ഇന്ത്യ മഹാരാജ്യത്തിൽ കഴിയുന്നതെന്ന് നിനക്ക് മനസ്സിലാവും. നീ ആ കോഴിക്കോട് അങ്ങാടിയിൽ മാത്രം കറങ്ങുന്നതുകൊണ്ട് എനിക്ക് തോന്നുക. എടാ, നിന്റെ നാട്ടിലല്ലടാ ഒരു സംഘി മുസ്ലിങ്ങൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന പള്ളിക്കകത്ത് കയറി വന്നിട്ട് ജയ് ശ്രീറാം വിളിച്ചുകൊണ്ട് പട്ടി ഷോ കാണിച്ചത്. അതേപോലെ തന്നെ കേരളത്തിനകത്ത് ഒരു പാവപ്പെട്ട ഉസ്താദ് നിസ്കാരം കഴിഞ്ഞിട്ട് പള്ളി കൂട്ടി കിടന്നുറങ്ങാൻ പോകുന്ന സമയത്ത് ആ പള്ളിക്കകത്ത് കയറി വന്നിട്ട് സംഘികൾ കഷ്ണം കഷ്ണമായിട്ട് വെട്ടിക്കൊന്നത് ആ പാവം പിടിച്ച ഉസ്താദിനെ. ഇസ്ലാം മതം സ്വീകരിച്ചതിൻ്റെ പേരിൽ കൊടിഞ്ഞു ഫൈസലിനെ കഷ്ണം കഷ്ണമായിട്ട് വെട്ടിക്കൊന്നത് ഇതേ നാട്ടിലേടാ, ഈ കേരളത്തിലേടാ നിന്റെ സംഘികൾ അല്ലേ? അങ്ങനെ എത്ര പശുവിൻ്റെ പേരിലും പോത്തിൻ്റെ പേരിലും ബീഫിൻ്റെ പേരിലൊക്കെ എത്ര മുസ്ലിങ്ങളാണ് വെട്ടി നുറുക്കി കൊന്നത്. പർദ്ദയിട്ടതിൻ്റെ പേരിൽ, തട്ട വിട്ടതിൻ്റെ പേരിൽ എത്ര മുസ്ലിം സ്ത്രീകളെയാണ് പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നത് നിന്റെ ഈ സംഘികൾ. എന്തിനു പറയുന്നത്? UP-യുടെ ആ ഭാഗത്തൊക്കെ പോയി നോക്ക്. 6 വയസ്സായ ഒരു പെൺകുട്ടിയെ, മുസ്ലിം പെൺകുട്ടിയെ അമ്പലത്തിനകത്ത് വെച്ച് 6 ദിവസം പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയില്ലടാ. ഇതൊന്നും നീ അറിയില്ലടാ. എന്തിനാ അതിലേറെ പറയണത്? മുസ്ലിങ്ങൾ കാലകാലമായി കൊണ്ടു നടന്നിരുന്ന ബാബരി മസ്ജിദ് പൊളിച്ചു. അത് നീ അറിഞ്ഞിട്ടുണ്ടോ? ബാബരി മസ്ജിദിൻ്റെ അടിയിൽ ലിംഗമുണ്ട് അത്രേ. ശിവലിംഗം ഉണ്ട് എന്ന്. ഇപ്പം ഏത് പള്ളിക്കകത്ത്, ഏത് മുസ്ലിം പള്ളിക്കകത്താണ് ലിംഗം കിടക്കുന്നതെന്ന് അന്വേഷിച്ചുകൊണ്ട് നടക്കാണ് പൊളിക്കാൻ. ഇപ്പം പറയുന്നത് താജ്മഹലിനകത്താണ് ലിംഗം ഉള്ളതെന്നാണ്. ലിംഗം, ശിവലിംഗം, അത് താജ്മഹലിനകത്താണ്, അതും കൂടി ഇഞ്ഞ് പൊളിക്കണമെന്ന്. ഇതൊന്നും നീ അറിയണില്ലടാ. അപ്പോൾ മുസ്ലിം എന്ന് പറയുന്നത് ഇന്ത്യയിൽ എല്ലാവരുടെയും പൊളിക്കാലും അടിക്കലും കൊല്ലലും മരിക്കലും മുസ്ലിങ്ങളെല്ലാം. ജൂതന്മാർ മാത്രം ജീവിക്കാനുള്ള ആൾക്കാരോ? സംഖ്യകൾ മാത്രം ജീവിക്കാനുള്ള ആൾക്കാരോ? എന്ത് അർത്ഥത്തിലൂടെ താൻ ഈ വിളമ്പണത്? ഇവിടെ സംഖ്യകളെ വെള്ള പൂസുക എന്നതിൻ്റെ പേരിൽ ഇങ്ങനെ ഇട്ട് വെള്ള പൂസരുതേ. എനിക്കറിയുന്നതൊക്കെ ഞാൻ ഇപ്പോൾ പറഞ്ഞുള്ളൂ. അറിയാത്തത് എന്തെല്ലാം ഈ ലോകത്ത് മുസ്ലിങ്ങൾ അനുഭവിക്കുന്നത്. പിന്നെ നീ ഈ കേരളത്തിൽ നോക്കിയിട്ട് ഇവിടെ സമാധാനത്തോടു കൂടി മുസ്ലിങ്ങൾ നോമ്പെടുക്കുന്നുണ്ടെങ്കിൽ സംഖ്യകളുടെ വിളയാട്ടം കേരളത്തിൽ നടക്കൂല. അടിച്ച് പരിപ്പിളക്കും സംഖ്യകളുടെ. അതിനുള്ള നെട്ടലുള്ള ആണുങ്ങൾ ഈ കേരളത്തിലുണ്ട്. അതുകൊണ്ടാണ് സംഖ്യകൾ കൈകെട്ടി നിൽക്കുന്നത്. ഇനി കേരളത്തിലെ മുസ്ലിം പള്ളിക്ക് ബോംബിടാതിരിക്കുന്നത് സംഖ്യകളുടെ മുസ്ലിം പള്ളിക്കിട്ട് പൊട്ടുന്ന ബോംബ് ഇല്ലാത്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഇവന്മാർ എപ്പോഴും ഇട്ടിട്ടുണ്ടാവും. നീ സംഖ്യകളെ വെളുപ്പിക്കല്ലേ മോനെ. നിനക്ക് വല്ല നക്കാപ്പിച്ച് അവിടെ നക്കാൻ കിട്ടുന്നുണ്ടെങ്കിൽ അത് നക്കിയിട്ട് സൈഡായിട്ട് ഇരി. എന്നിട്ടും ഈ ഒരു സുന്ദരമായ രാജ്യത്ത് നിന്ന് മറ്റു പല അജണ്ടകളുടെ പേരിലും മുസ്ലിം ലീഗ് പോലെയുള്ള പാർട്ടികൾ ഹമാസിനെ പിന്തുണയ്ക്കുക, ഹമാസ് സ്വാതന്ത്ര്യ പോരാളികളാണെന്ന് അവരുടെ വക്താവ് പരസ്യമായിട്ട് ചാനലിൽ വിളിച്ചു പറയുക. ഇതിനെയൊക്കെ സാധാരണ മുസ്ലിങ്ങൾ ശക്തമായിട്ട് എതിർക്കണം. മാത്രമല്ല, ഇവിടെ ഒരുപാട് ആളുകള് ഹമാസ് പോലെയുള്ള ഒരു ഭീകര സംഘടനയുടെ മേധാവിമാരെ ഇവിടെ പൊക്കിപ്പിടിക്കുന്നുണ്ട്. സകല ആളുകൾ ആനപ്പുറത്ത് പൊക്കിപ്പിടിക്കുക. അതെന്താ തന്റെ പേരെന്താ പറഞ്ഞത്? ഫൈസൽ കാരാട്. ഫൈസൽ കാരാട്, നീ മുസ്ലിങ്ങളെ കുറിച്ച് എന്താ ധരിച്ചു വെച്ചിരിക്കണത്? എല്ലാ മുസ്ലിങ്ങളും നിന്നെപ്പോലെ വാഴപ്പിണ്ടി നെട്ടല്ലാക്കി വെച്ചുകൊണ്ട് നടക്കുന്നവരാണെന്നോ? അതോ 10 ഉറുപ്പ്യ സംഖ്യ ഉണ്ടെന്ന് കിട്ടുമ്പോഴേക്കും ആ ഇസ്ലാം മതവും ഉപേക്ഷിച്ച് ആ മതത്തെ പരദൂഷണവും പറഞ്ഞ് ആ മതത്തെ ഒറ്റുകൊടുത്തുകൊണ്ട് സംഖ്യയുടെ ഷൂ നക്കി ജീവിക്കാനുള്ളവരാണ് മുസ്ലിങ്ങളെന്നാണ് നീ ധരിച്ചു വെച്ചിരിക്കുന്നത്? അതിന് നിന്റെ എല്ലാം നേതാവായ സവാക്കർ അല്ല മുസ്ലിങ്ങളുടെ നേതാവ്, മുഹമ്മദ് നബിയാണ്. മനസ്സിലായ? പോയി തരത്തിന് പോയി കളിക്കടാ. മനസ്സിലായില്ലേ? അത് മനസ്സിലായാൽ മതി. അവൻ സമാധാനത്തിൻ്റെ പാരമ്പര്യമായിട്ട് വന്നിരിക്കുക. ബഹുമാനമായിട്ട് പോടാ. ഓരോരോ നട്ടല് വാഴപ്പുണ്ടാക്കി വെച്ചുകൊണ്ട് നടക്കണം. വേട്ടാ വിളിയും വന്നിച്ച് മുസ്ലിങ്ങൾക്ക് ക്ലാസ് എടുക്കുക. ഒന്ന് പോടേ വേർന്നുണ്ട്.